അവസാന ശ്വാസം വരെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി ജീവിച്ച വ്യക്തിയാണ് VS അച്യുതാനന്ദനെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് 8 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ ചെന്നിത്തല എന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ അദ്ദേഹം പ്രസംഗിക്കാൻ വരുന്ന ഒരു വേദിക്ക് അടുത്തുകൂടി കടന്നു പോയപ്പോഴാണ് ഒരു തടിച്ച ഒരു മനുഷ്യൻ വളരെ ഒച്ചത്തിൽ സംസാരിക്കുന്ന കേട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഒരു കുട്ടിയാണ് ഞാൻ, 8 വയസ്സേ ഉള്ളൂ. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഇതാണ് VS അച്യുതാനന്ദൻ. അത് ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ട അച്യുതാനന്ദൻ, ദൂരെ നിന്ന് നോക്കിക്കണ്ട അച്യുതാനന്ദൻ. പിന്നെ അടുത്ത് സംസാരിക്കാനും പ്രവർത്തിക്കാനും അവസരം കിട്ടിയപ്പോഴൊക്കെ ഞാൻ കൗതുകത്തോടെ നോക്കി കണ്ടിട്ടുണ്ട്. അന്ന് 8 വയസ്സായ ആ കുട്ടിയുടെ കൗതുകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് കാണുമ്പോൾ ധാരാളം കാര്യങ്ങൾ ചോദിച്ചാൽ പറയുമായിരുന്നു. സാധാരണ എല്ലാവരോടും അങ്ങനെ കയറി സംസാരിക്കുന്ന ഒരാളല്ലേ. പക്ഷെ ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറയുമായിരുന്നു. പുന്നപ്രവേല സമരം, പൂഞ്ഞാറിലെ ഒളിവ് ജീവിതം, ഫാക്ടറിയിലെ ജീവിതം, ഇതെല്ലാം എന്നോട് തുറന്നു പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് എന്താ ഈ നീട്ടിയും കുറുക്കിയും പ്രസംഗിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത്, കുട്ടനാട്ടിൽ ആ കാലത്ത് മൈക്കൊന്നുമില്ല. അവിടെ ആളുകളെ കർഷകത്തൊഴിലാളികളെ ആകർഷിക്കാൻ വേണ്ടി പ്രസംഗിച്ച് പ്രസംഗ ശൈലി ഇങ്ങനെ ആയതാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികളുമായി ഇടപെട്ട് മുന്നോട്ട് വന്ന ഒരു പാവപ്പെട്ട ജനങ്ങളുടെ ജീവിച്ച് വളർന്നു വന്ന കരുത്തനായ നേതാവാണ് ശ്രീ അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അത് ഞാൻ വ്യത്യസ്തമായ രാഷ്ട്രീയത്തിലാണ് ഞങ്ങളെങ്കിലും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എന്നോട് ഇതൊക്കെ തുറന്നു പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സമരം, ജീവിതം, പോരാട്ടം, കടന്നു വന്ന വഴികൾ ഒക്കെ പറയുമായിരുന്നു. എനിക്ക് കാണാൻ കഴിഞ്ഞ നല്ലൊരു പച്ചയായ മനുഷ്യനായിരുന്നു അദ്ദേഹം. മനസ്സിലൊന്ന് സൂക്ഷിച്ചുകൊണ്ട് വേറൊന്ന് പറയുന്ന ഒരാളായിരുന്നില്ല. തനിക്ക് എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പ് തന്നെ പറയും, സ്നേഹമുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയും. അങ്ങനെ ആ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് നമുക്ക് അച്യുതാനന്ദന്റെ നിര്യാണത്തോടുകൂടി ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വിയോഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പാർട്ടി പിളർന്നപ്പോൾ പാർട്ടിക്ക് CPI-എമ്മിലേക്ക് കടന്നു വന്ന അദ്ദേഹം അവസാന ശ്വാസം വരെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി ജീവിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് ഭാവി തലമുറകൾക്കും പ്രചോദനം നൽകുന്ന ഒന്ന് തന്നെയാണ്. ആ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന, വളരെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച്, സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച്, തന്റെ നിലപാടുകൾ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയ വ്യക്തിയാണ്. അഴിമതിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം അധികാരത്തിന് വേണ്ടി ആയിരുന്നില്ല, സത്യസന്ധമായിരുന്നു. ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഹൃദയം നിറഞ്ഞ ആ ആദരാഞ്ജലികൾ